റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് നമ്പർ 1. കണ്ണൂർ നടാലിലെ വീട്ടിൽ തുടരുന്ന കെ സുധാകരൻ നിലപാട് വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി ആർ റോഷിപാൽ കെ സുധാകരനുമായി സംസാരിച്ചു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കണ്ണൂരിൽ മത്സരിക്കുമെന്ന കെ സുധാകരൻ റിപ്പോർട്ടറിനോട് വഴങ്ങാതെ ഇരുവരെയുമുള്ള എല്ലാ വാർത്തകളെയും തള്ളി കെ സുധാകരൻ മത്സരിക്കുമെന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞത് മണിക്കൂറുകൾക്ക് മുൻപ്. മത്സരിക്കാൻ MP-മാർക്ക് അവകാശമുണ്ടെന്ന് കെ സുധാകരൻ. പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കിയാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. മത്സരിക്കാൻ അർഹതയുള്ളവർ മത്സരിക്കണം. ചർച്ചയ്ക്ക് നേതൃത്വം വേദിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കെ സുധാകരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. രണ്ടാമത്തെ ബ്രേക്കിംഗ്. പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചിട്ടില്ല. ഫേസ്ബുക്കിലെ കുറിപ്പ് താനാണ് എഴുതിയത്. ആരെങ്കിലും പറഞ്ഞത് വിശ്വസിച്ചതാകും. പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും കെ സുധാകരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ആവശ്യപ്പെട്ട കൊടുക്കണ്ടേ? അതെ, മത്സരിക്കാൻ അർഹതയുള്ളൊരു മത്സരിക്കണ്ടേ? അതുപോലെ ഒരു അവകാശമല്ലേ? ഒരു ഉറപ്പായിട്ട് തരുന്ന മത്സരിക്കാൻ തരുമല്ലോ. ഞാൻ കണ്ണൂര് മത്സരിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ണൂര് മത്സരിക്കും. എത്ര തവണ പറഞ്ഞു? ഞാൻ ആവശ്യമുണ്ട്. ആ ആവശ്യം ഉന്നയിച്ച എനിക്ക് അതിനുള്ള ഒരു ചർച്ചക്ക് ഒരു വേദി ഒരുക്കും. ആ വേദിയിലെ ആ ഉറപ്പിന്റെ അകത്തുള്ള ചർച്ചയിൽ പങ്കെടുത്ത് നമ്മളൊരു തീരുമാനത്തിലെത്തും. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പാർട്ടിക്ക് എന്താ കുഴപ്പം, ഞാൻ മത്സരിക്കുന്നതിന് പാർട്ടിക്ക് എന്തോ ദോഷം. പക്ഷെ ആരും നിഷേധിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ വിശ്വാസം. കാരണം ചോദിച്ചാൽ അതൊരു MP-യുടെ റൈറ്റാണ്, ഫണ്ടമെന്റൽ റൈറ്റാണ്. എത്രയോ പ്രവർത്തകന്മാര് ഓരോ MP-മാരോട് എത്രയോ സഹപ്രവർത്തകന്മാർ വന്നിട്ട് അവരാവശ്യപ്പെടുകയാണ്, നിങ്ങൾ മത്സരിക്കണം, നിങ്ങൾ ഉണ്ടാണെന്ന് പറയാണ്. അങ്ങനത്തെ ഒരു നാട്ടില് എന്തൊരു കാര്യത്തിൽ ഈ തർക്കം ആവശ്യം? കേസ് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതേ കേസ് അറിയാതെയാണ് ഫേസ്ബുക്കിൽ എഴുതിയെന്നൊക്കെ പറഞ്ഞു. നിങ്ങളെ വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോ അതിന്റെ ഒരു ശരിക്കും ഒരു കറക്റ്റ് ഇൻഫർമേഷൻ അറിയാതെയാണ് പുള്ളി എന്ന് പറഞ്ഞു പോയത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം. അയാൾ അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യുന്നില്ല. ആരെങ്കിലും പറഞ്ഞു കാണുന്നത് വിശ്വസിച്ചിട്ടുണ്ടാവും പുള്ളി. പാവം, അത്രയേ ഉള്ളൂ. അതെ. ഫേസ്ബുക്കിൽ ഞാൻ തന്നെ എഴുതിയത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പൊളിയുന്നു. കെ സുധാകരൻ അങ്ങനെ ഫേസ്ബുക്കിലെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് VD സതീശനുമായി സംസാരിച്ചിട്ടില്ല. ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയത് താൻ തന്നെയാണ് എന്ന് കെ സുധാകരൻ പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രേക്ഷകരെ കാണിക്കാം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയല്ല എന്നതാണ് കെ സുധാകരൻ പറയുന്നത്. താൻ തന്നെയാണ് എഴുതിയത്. മറ്റാരെങ്കിലും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടാവും. എഴുതിയത് താൻ തന്നെ. നമ്പർ 1. നമ്പർ 2, കെ സുധാകരൻ മത്സരത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഹൈക്കമാൻഡ് കെ സുധാകരന്റെ ആവശ്യം പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ മണിക്കൂറിലും കെ സുധാകരനുള്ളത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നമുക്കൊപ്പം റോഷിപാലും അർജുൻ കല്യാണും നോബൽ മാരിക്കാരനും ചേരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ കെ സുധാകരന്റെ നീക്കം? ഒരു ഭാഗത്ത് അണികളെയും അനുയായികളെയും നേതാക്കളെയും ഉപയോഗിച്ച് നേതൃത്വത്തിലെ സമ്മർദ്ദത്തിലാക്കാനാണോ? ഏത് ഫോർമുല വെച്ചാലും അനുനയത്തിലില്ലെന്ന നിലപാടാണോ കെ സുധാകരന്റേത്? ആർ റോഷിപാലും അർജുൻ കല്യാണും നോബൽ മാരിക്കാരനുമുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം റോഷിപാലിലേക്ക് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് റോഷിപാലാണ് ഇന്നലെ കെ സുധാകരനുമായി സംസാരിച്ചത്. റോഷിപാൽ, കെ സുധാകരൻ ഉറപ്പിച്ചു തന്നെ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് പലതവണ പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് മണിക്കൂറുകൾക്ക് മുമ്പും കെ സുധാകരൻ അത് തന്നെ പറയുന്നു. അപ്പോ പുറത്തു വരുന്ന വാർത്തകളെല്ലാം തള്ളുകയാണ്. കെ സുധാകരൻ വഴങ്ങിയിട്ടില്ല, ഇപ്പോഴും അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. രണ്ടാമത്തത്, പ്രതിപക്ഷ നേതാവ് കെ സുധാകരനുമായി സംസാരിച്ചു എന്ന് പറഞ്ഞത് കള്ളമാണെന്ന് ബോധ്യമാവുന്നു. കെ സുധാകരൻ പറയുന്നു അങ്ങനെ പ്രതിപക്ഷ നേതാവുമായി ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് താനാണ്. കെ സുധാകരന്റെ നിലപാട് എന്താണ് റോഷിപാൽ? അരുൺകുമാർ, ഇപ്പോഴും മുൻ KPCC അധ്യക്ഷനായ കെ സുധാകരൻ ആത്മവിശ്വാസത്തിലാണ്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പാർട്ടി അനുമതി നൽകുമെന്നാണ് ആത്മവിശ്വാസത്തിന് പിന്നിൽ. പ്രവർത്തകരുടെ വികാരമനുസരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ താൻ ഉൾപ്പെടെയുള്ള പല MP-മാരും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നുകൂടി കെ സുധാകരൻ പറയുന്നുണ്ട്. ഇതുവരെ മത്സരിക്കാൻ അനുമതി ഉണ്ടാകില്ല എന്ന് ആരും തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. മാത്രവുമല്ല, ദില്ലിയിലേക്ക് തന്നെ ആരും വിളിപ്പിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തല മാത്രമാണ് തന്നെ വിളിച്ചത്. തിങ്കളാഴ്ച കാണണമെന്ന് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയോ പ്രതിപക്ഷ നേതാവ് VD സതീശനോ സണ്ണി ജോസഫോ KC വേണുഗോപാലോ തന്നെ വിളിച്ചിട്ടില്ല എന്ന് കെ സുധാകരൻ പറയുന്നുണ്ട്. തിങ്കളാഴ്ച ദില്ലിയിലേക്ക് പോയാലും അവിടെ രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ച, അതിനപ്പുറത്തേക്ക് താൻ ഈ ആവശ്യം ഉന്നയിച്ച പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകി കഴിഞ്ഞാൽ
പാർട്ടി നേതൃത്വം അത് അംഗീകരിക്കുമെന്ന ആത്മവിശ്വാസമാണ്. കണ്ണൂരിൽ എന്തായാലും കെ സുധാകരൻ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ്. പ്രവർത്തകർ, പ്രധാനപ്പെട്ട അനുയായികൾ എല്ലാവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പ്രവർത്തകരുടെ വികാരമനുസരിച്ചാണ് മത്സരിക്കുന്നതെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുമ്പോൾ കെ സുധാകരൻ പിന്നോട്ടേക്കില്ല എന്ന കൃത്യമായ സന്ദേശം കൂടിയാണ് അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകുന്നത്. കണ്ണൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തെമ്പാടും കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആവേശം കൂടിയാണ് കെ സുധാകരൻ കടുത്ത നിലപാട് സ്വീകരിച്ചാൽ അത് കോൺഗ്രസിന് വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണൂരിൽ എന്തായാലും സുധാകരൻ മത്സരിക്കുന്ന കഴിഞ്ഞ കുറേ കാലമായി അത് അഭ്യൂഹമുണ്ട്. പ്രവർത്തകരൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 3 ദിവസം മുമ്പ് കണ്ണൂരിൽ പ്രതികരിച്ചതോടെയാണ് ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്. പക്ഷേ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ MP-മാർക്ക് മത്സരിക്കാൻ അനുമതിയില്ലെന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് കെ സുധാകരൻ വളരെ പെട്ടെന്ന് ദില്ലിയിൽ നിന്നും കണ്ണൂരിലെ വീട്ടിലേക്ക് എത്തുന്നത്. പിന്നീട് കൂടിക്കാഴ്ചകളാണ്. വലിയ തരത്തിൽ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടെങ്കിൽ പോലും കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം എത്രത്തോളം വിജയിക്കുമെന്ന് വ്യക്തമല്ല. കാരണം മത്സരിക്കാൻ അത് പിന്നോട്ടില്ല എന്ന ഒറ്റ നിലപാട് തന്നെയാണ് കെ സുധാകരൻ ഇപ്പോഴുമുള്ളത്. അരുൺകുമാർ, റോഷി, ഒരിക്കൽ കൂടി നമുക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേൾക്കാം. എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? എന്താണ് കെ സുധാകരൻ പറഞ്ഞത്? വാസ്തവം എന്ത് കേട്ടു? ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്കുള്ള കൃത്യമായ പാർട്ടിയോടുള്ള കൂറും നിലപാടുമുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങളോട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു ജി സുധാകരൻ്റെ വിഷയം ഉണ്ടാക്കി അതിൽ CPM പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ സമാന്തരമായി വേറൊരു സുധാകരൻ്റെ വിഷയം ഉണ്ടാക്കി അതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്യാൻ നിങ്ങളതിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളതിന് ശ്രമിക്കണ്ട. എത്ര MP-മാർ വെള്ളിയാഴ്ച പോകുന്നു? എത്രയാണ്?